ഈ പരീക്ഷയും ഈ കോഴ്സും തിരഞ്ഞെടുപ്പും മാത്രമല്ല ജീവിതം. അതാദ്യം മനസ്സിലാക്കണം. എല്ലാം കൂടി നിങ്ങളെ ക്യാമ്പസ് അല്ല, നിങ്ങളെ മൊബൈൽ ഫോണും അല്ല. ജീവിതം എന്ന് പറയുന്ന സംഗതി നിങ്ങളെ ക്യാമ്പസും അല്ല, നിങ്ങളെ സ്കൂളും അല്ല, നിങ്ങൾ ചേർന്ന് പഠിക്കാൻ പോകുന്ന കോളേജും അല്ല, നിങ്ങളെ ഈ വട്ടത്തിലുള്ള മൊബൈലും അല്ല. അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മായാലോകമാണ്. ഒരു മായ. മൊബൈൽ പലതും കാണിക്കും നമ്മുടെ മുമ്പിൽ, ഒന്നും യഥാർത്ഥമാകണമെന്നില്ല. AI പോലും യഥാർത്ഥമല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഇപ്പോൾ എന്തോ വലിയ, ഇറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി, ഇറ്റ് ഈസ് എന്താ പറയേണ്ടത്, അതിനെ മിത്ത് എന്ന് ഞാൻ വിളിക്കണില്ല. അവിടെയും ഇവിടെയും കിടക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ടെക്നോളജി നിങ്ങൾക്കൊരു സാധനം അപ്പം തന്നെ ഉണ്ടാക്കി തരികയാണ്, ഒരു മസാല. അത് മുഴുവനും സത്യസന്ധമാകണമെന്ന് വിശ്വസിക്കുന്നത് തന്നെ അബദ്ധമാണ്. അതിലൊക്കെ ഒരുപാട് സംഗതികൾ കലർന്നു വരും. ഞാൻ ഈ അടുത്ത ദിവസം ഒരാളോട് പറയായിരുന്നു, ഡീപ്പായി നോളജിനെ സമീപിക്കുന്നവർക്ക് AI തൃപ്തിപ്പെടുത്തൂല അവരെ. ഇപ്പോൾ ഉസ്താദ് ഇവിടെ ഉണ്ട്, ഇൽമിയായ ഒരു വലിയ മസ്അല ഒരുപാട് കിതാബ് ഓതിയ ഒരാൾക്ക് കിട്ടിയത് AI കിട്ടുന്നു വല്ലവനും വിചാരിച്ചാൽ ഒരിക്കലും കിട്ടൂല. തൽക്കാലമുള്ളൊരു സാധനം തരും, എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ട്, എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ട്. പക്ഷെ അത് കണ്ട് അതിൻ്റെ പേര് തന്നെ നിർമ്മിത ബുദ്ധി. ശരിക്ക് പറയേണ്ടത് കൃത്രിമ ബുദ്ധി എന്നാണ്. ആർട്ടിഫിഷ്യൽ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ നിർമ്മിതല്ല, കൃത്രിമമാണ്. നിങ്ങളൊരു സാധനം വാങ്ങാൻ പോയാൽ ഒറിജിനൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കും, കൃത്രിമത്തിന് നിങ്ങൾ വില. ചെരുപ്പിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ സാധനം ഡ്യൂപ്പ് ഇറങ്ങിയിട്ട് നിങ്ങൾ വാങ്ങൂല. ആ പേര് തന്നെ അടങ്ങിയിട്ടുണ്ട് ആ സാധനം. ഇതൊന്നും മനസ്സിലാക്കാതെ പുതിയ തലമുറ ഇതിൻ്റെയൊക്കെ പിറകെ ഓടുന്നത്. ഞാൻ AI കൊണ്ടാന്നല്ല, AI നന്നായി ഉപയോഗിക്കണം, നിങ്ങൾ എല്ലാം ഉപയോഗിക്കണം. എല്ലാത്തിൻ്റെയും നന്മ എടുക്കണം, തിന്മ കളയണം. എല്ലാത്തിൻ്റെയും പ്ലസ് എടുക്കണം, മൈനസിനെ വെടിയണം. ജീവിതം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ മുകളിലാണ്. മാതാവ്, ഉമ്മ, അമ്മ യഥാർത്ഥമാണ്. വീടും കുടുംബവും യഥാർത്ഥമാണ്. വിവാഹം കുറച്ച് കഴിഞ്ഞാൽ വേണ്ടി വരുമല്ലോ, യഥാർത്ഥ ജീവിതമാണ്. യെസ്, ഞാൻ പറയാൻ കാരണം എനിക്ക് വിവാഹം വേണ്ട. ഒരു മൊബൈലിങ് കാണുമ്പോഴേക്ക് ഒരാണും പെണ്ണും നീയാണ്ട് പ്രഖ്യാപിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും അതൊരു മായാലോകത്ത് നിന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്, അതെനിക്ക് ഉപകാരം ചെയ്യില്ല. അങ്ങനെ പല തെറ്റായ പ്രവണതകളിലേക്ക് സമൂഹത്തെ, ഇളം തലമുറയെ കൊണ്ടുപോകുന്ന കൃത്രിമ ലോകത്തിൻ്റെ വർണ്ണപ്പൊലിമയിലും മിന്നലാട്ടങ്ങളിലും പിത്തലാട്ടങ്ങളിലും കിടന്ന് ഉഴറാതെ നേരായ ജീവിതപാതയിൽ യാഥാർത്ഥ്യത്തിൻ്റെ മാർഗത്തിൽ മുന്നേറാൻ, ജീവിതത്തെ ജീവിതവ്യമാക്കാൻ, ജീവിതത്തെ സുന്ദരമാക്കാൻ, യഥാർത്ഥമാക്കാൻ, സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സിറാജ് എജ്യുവേ എൻ്റെ പ്രിയ സ്നേഹിതൻ ഷാഫി സാഹിബ് അടക്കമുള്ളവരാണ് ഇതിലേക്ക് ക്ഷണിച്ചത്. ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് ഈ 2 വാക്ക് പറയാനും എനിക്ക് അവസരമുണ്ടായതിലുള്ള കൃതാർത്ഥത ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾക്ക് നല്ലത് വരട്ടെ, നല്ല പഠനങ്ങൾക്ക് നിങ്ങൾ പോകട്ടെ. എന്താണോ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സംഘാടകരായ സുഹൃത്തുക്കൾ ഉദ്ദേശിച്ചത്, ആ നന്മ പൂർണ്ണമായ രീതിയിൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ